ഓൾട്ടർനേറ്റീവ് തെറാപ്പി മെത്തേഡ്സ്, അതായത് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള പലരും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അതിന് പകരം എന്തുപയോഗിക്കാം. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് തെറാപ്പി മെത്തേഡ്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് മനസ്സിലായത്. കാരണം ദൃഷ്ടിഗോചരമായതും അതുപോലെ തന്നെ മനുഷ്യന് ജന്മനാ തന്നെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവന് കേട്ടറിയാൻ പറ്റുന്നതും കണ്ടറിയാൻ പറ്റുന്നതും തൊട്ടറിയാൻ പറ്റുന്നതും, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് മാത്രമേ അവൻ സയൻറ്റിഫിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നുള്ളൂ. കാരണം കണ്ണുകൊണ്ട് കണ്ടതും തൊട്ടതുമല്ലേ നമ്മൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ റൂമിൽ വേറൊരു ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെൽക്കം അബാക് മീഡിയ. നമസ്കാരം. ബിനോയ് ജോൺ സാറാണെന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഞാൻ നേരിട്ട് അങ്ങോട്ട് തന്നെ ചോദിക്കാം, എന്തെല്ലാം മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്? ഇപ്പോൾ കാരണം നമ്മളൊരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖല എന്താണ്? എൻ്റെ കർമ്മമേഖല എന്ന് പറയുമ്പോൾ ഒരു ഹീലറാണ്, സ്പിരിച്വൽ ഹീലറാണ്. ആധ്യാത്മികതയിൽ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. നന്ദി ചെറുപ്പത്തിലുള്ള ചില അനുഭവങ്ങളാണ് ഈ ആധ്യാത്മികമായ തലങ്ങളിലേക്ക് വരാൻ കാരണം. അപ്പോൾ അതിലൂടെ ആർജിച്ച സിദ്ധികൾ മറ്റുള്ളവരെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ഹീലിംഗ് പഠിച്ചു. റേക്കി, പ്രാണിക് ഹീലിംഗ്. എൻ്റെ തുടക്കം സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയിലാണ്. വേദാദ്രി മഹർഷി വിഭാവനം ചെയ്തിട്ടുള്ള സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയിലാണ്. അതൊരു 24ാമത്തെ വയസ്സിൽ ആരംഭിച്ചു. അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ നമ്മൾ ആളുകളെ കൂടുതൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഠിച്ച പഠിപ്പുകളെല്ലാം തന്നെ വിനിയോഗിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഹിപ്നോസിസ്, അതുപോലെ തന്നെ NLP, EFT, അതുപോലെ തന്നെ ഏഞ്ചൽ ഹീലിംഗ്, റേക്കി, പ്രാണിക് ഹീലിംഗ്, അക്യുപങ്ക്ചർ, അക്യുപ്രഷർ, അതുപോലെയുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ് തെറാപ്പി മെത്തേഡ്സ്, അതായത് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള പലരും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അതിന് പകരം എന്തുപയോഗിക്കാം. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് തെറാപ്പി മെത്തേഡ്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് മനസ്സിലായപ്പോൾ അതുപോലുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പി മെത്തേഡ്സ് പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പഠിക്കാനിടവന്നത്. ഓക്കെ. ഇപ്പോൾ നോർമൽ രീതിയിൽ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ ഒരു സൈഡിലുണ്ട് എങ്കിൽ പോലും നമുക്ക് മരുന്നില്ലാത്ത ഒരുപാട്, ഇപ്പോൾ ഈ പറയുന്ന NLP ആണെങ്കിലും പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും റൈക്കി ആണെങ്കിലും എല്ലാം ഒരു പക്ഷേ എങ്ങനെയാണ് ഇവരിലോട്ട് ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് എന്ത് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്? അതെ, അത് ഈ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വേർഡാണ് ഡിവിനിറ്റി, അഥവാ ഒരു വിശുദ്ധി. മനുഷ്യൻ എന്ന ഒരു തലത്തിൽ അപ്പുറമായിട്ട്, രാദർ ദാൻ ഹ്യൂമൻ ബീയിങ്സ്, വി ആർ സ്പിരിച്വൽ എംപെഡഡ് എനർജി ബീയിങ് എന്നാണ് ഞാൻ പലപ്പോഴും നിർവചിക്കാറുള്ളത്. ഇപ്പോൾ സയൻറ്റിഫിക്കലി പറയുവാണെങ്കിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് നമ്മൾ മനുഷ്യരെ വിളിക്കാം, ഒരു സയൻറ്റിഫിക്, ഒരു ശാസ്ത്രീയ നാമം. പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ മനുഷ്യനെ ദർശിക്കുമ്പോൾ, ഇപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് യോഗശാസ്ത്രങ്ങളിലേക്ക്, ആ യോഗയുടെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് കടക്കാനിട വന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് കാരണശരീരം, അങ്ങനെ പല ശരീരങ്ങളുണ്ട്, പഞ്ചകോശങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്. അങ്ങനെയുള്ള തത്വങ്ങൾ ഇന്നിപ്പോൾ ക്ലിയറായിട്ട് ശാസ്ത്രത്തിന് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രോഗങ്ങൾ മാറ്റാൻ, അത് മാനസികമായിക്കൊള്ളട്ടെ, ശാരീരികമായിക്കൊള്ളട്ടെ, ഇമോഷണൽ വൈകാരികമായിക്കൊള്ളട്ടെ, ഇൻ്റലക്ച്വൽ ആയിക്കൊള്ളട്ടെ, സ്പിരിച്വൽ ആയിക്കൊള്ളട്ടെ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നമ്മളുടെ ശരീരത്തിന് സ്വയമേ തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഇമ്മ്യൂണിറ്റി പവർ ഉള്ളവരാണ് ഇന്നിപ്പോൾ നമ്മളൊക്കെ ഒരു ലെജൻഡാന്ന് വേണമെങ്കിൽ പറയാം, ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ആ കഴിവ്, പ്രതിരോധ ശേഷി സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യ ശരീരത്തിനുമുണ്ട്. പക്ഷേ ഇത് തകർക്കപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാം? അപ്പോൾ അവരുടെ ശരീരത്തിലെ പ്രാണ എന്ന് പറയുന്ന, അഥവാ ലൈഫ് ഫോഴ്സ് എനർജിയുടെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ ശരീരത്തിൽ രോഗാവസ്ഥ ഉണ്ടാക്കുന്നതെന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്പിരിച്വൽ സയൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹീലിങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു എനർജി ബോഡിയിലാണ് സ്പിരിച്വൽ ഹീലിംഗ് നടത്തുമ്പോൾ മാറ്റങ്ങൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസം, വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ, അതാണല്ലോ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ നമ്മളുടെ ഊർജ്ജ വലയത്തിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞിട്ടാണ് ശരീരത്തിൽ എന്ത് കാണുക, ലക്ഷണം കാണുക. നമ്മളിപ്പോൾ കോവിഡ് കാലത്തും സംഭവിച്ചത് അത് തന്നെയാണ്. വൈറസ് വന്നു കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ മാത്രമാണ്. പക്ഷേ പ്രാണിക് ഹീലിംഗ്, അതുപോലെ റേക്കി, അതുപോലെയുള്ള ഹീലിംഗ് മെത്തേഡ്സിൽ നമ്മൾ നോക്കുന്നത് മനുഷ്യൻ്റെ ഊർജ്ജ വലയമാണ്, മനുഷ്യന് ചുറ്റുമുള്ള ഊർജ്ജ വലയമാണ്. അത് ബയോ മാഗ്നറ്റിക്, ബയോ ഇലക്ട്രിക്, ബയോ പ്ലാസ്മിക് തലത്തിലുള്ള ഊർജ്ജ വലയമാണ്. ഈ ഊർജ്ജ വലയത്തിൽ നമ്മൾക്ക് ഊർജം കൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത്. ആ മെത്തേഡാണ് നമ്മൾ അവലംബിക്കുന്നത്. അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ സ്പിരിച്വൽ ഹീലർ വരുന്ന ഒരു ആൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ? അവിടെ നമ്മൾക്ക് ആദ്യം അവരെ അസസ് ചെയ്യാം. അവരുടെ ഫിസിക്കൽ ലെവൽ, മെൻ്റൽ ലെവൽ, ഇമോഷണൽ ലെവൽ,
സ്പിരിച്വൽ ലെവൽ, ഇവ നമ്മൾക്ക് അസസ് ചെയ്യാൻ പറ്റും. അത് ചില ചോദ്യങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഈ 10-24 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾ വന്ന് സംസാരിച്ച് വിത്തിൻ ഒരു 15 മിനിറ്റ്സ് നമ്മൾക്ക് അവരെ അസസ് ചെയ്യാൻ പറ്റും. അവരുടെ ഊർജ്ജമാറ്റങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഈ ഒരു കാലഘട്ടത്തിൽ, അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായതാണോ അതോ ജനിച്ചപ്പോൾ മുതലുള്ളതാണോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില മെൻ്റലായിട്ടുള്ള ട്രോമ. എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, അവരുടെ പേരൊന്നും വെളിപ്പെടുത്താത്തത് അവരുടെ നമ്മളെ എത്തിക്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ആ ഒരു വ്യക്തിക്ക് 9ാമത്തെ വയസ്സിൽ ഒരു കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പീഡനം, ആ പീഡനം പിന്നീട് അവർ കൂടുതൽ അനുഭവിക്കുന്നത് കല്യാണത്തിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും, അതുപോലെ തന്നെ പല അവസ്ഥകളിലും അവർക്ക് ഇത് ഞെട്ടിപ്പിക്കുന്ന അനുഭവം ഉണ്ടാക്കി ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് ഒച്ചപ്പാടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോയിരുന്നു. ഇത് ഹീലിങ്ങിലൂടെ മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. പക്ഷേ നമ്മൾക്ക് നാം കാണാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വവ്വാൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്, അത് അതിൻ്റേതായ ഒരു തരംഗം പുറപ്പെടുവിപ്പിച്ചിട്ട് അത് തട്ടിത്തിരിച്ച് വരുന്നത് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അത് പറന്ന് മാറുന്നത് എന്ന് വെച്ചിട്ട് മനുഷ്യൻ ഈ തരംഗം സൃഷ്ടിക്കാൻ കഴിവില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇൻഫ്രാറെഡ് തരംഗങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ദൃഷ്ടിഗോചരമായതും അതുപോലെ തന്നെ മനുഷ്യന് ജന്മനാ തന്നെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവന് കേട്ടറിയാൻ പറ്റുന്നതും കണ്ടറിയാൻ പറ്റുന്നതും തൊട്ടറിയാൻ പറ്റുന്നതും, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് മാത്രമേ അവൻ സയൻറ്റിഫിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തതൊന്നും അവന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം കണ്ണുകൊണ്ട് കണ്ടതും തൊട്ടതും അല്ലേ നമ്മൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ റൂമിൽ വേറൊരു ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ദൃഷ്ടിഗോചരമല്ല. പക്ഷേ സൈക്കിക് എബിലിറ്റിയുള്ള വ്യക്തികൾ, അത് ജന്മനാവാം, അതല്ലെങ്കിൽ അവർ നിരന്തരമായ സാധനകളിലൂടെയോ ഉപാസനകളിലൂടെയോ ഒക്കെ തന്നെ നേടിയെടുത്തതാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ജന്മന ഉള്ള ഒരു കഴിവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ തന്നെ നടക്കുക, അതുപോലെ തന്നെ എന്താണോ കണ്ടത് അതുപോലെ തന്നെ നടക്കുക, പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ തന്നെ നേരത്തെ കണ്ടറിയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ഊർജം, മാനുഷിക തലത്തിലുള്ള ഊർജം, ഒരു ജീവാത്മാവ് പരമാത്മാവിനെ പ്രാപിക്കുന്നതാണ് യോഗ അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജീവാത്മാവ് ഏത് തലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ഒരു സംയോഗത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിങ്ക്രണോസിറ്റി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയാം. നമ്മളുടെ മസ്തിഷ്കവും ഊർജം, ആ മസ്തിഷ്കത്തിലെ ഊർജവും യൂണിവേഴ്സ് അഥവാ പ്രാപഞ്ചിക മണ്ഡലവുമായിട്ടുള്ള ബന്ധം കിട്ടുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ബുദ്ധി മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അന്യരിൽ അസാധാരണമായിട്ടുള്ള രീതിയിൽ സൂപ്പർ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ നമ്മളുടെ ഭാഷയിൽ പറയാം. പക്ഷേ യൂണിവേഴ്സിൻ്റെ നിഘണ്ടുവിൽ, പ്രപഞ്ചത്തിൻ്റെ നിഘണ്ടുവിൽ അതിന് സൂപ്പർ നാച്ചുറൽ അല്ല, അത് നാച്ചുറലാണ്. കാരണം നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ സ്പിരിച്വൽ ബീയിങ്സ് ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് ആ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ഉള്ളിലെ ഡിവിനിറ്റി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഇതെല്ലാം ഗ്രഹിക്കാൻ പ്രയാസമായി വരുന്നത്. പക്ഷേ ഡിവിനിറ്റിയെ അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഊർജ്ജതലം പ്രവർത്തിക്കുന്നത് വേറെ മണ്ഡലങ്ങളിലാണ്, വേറെ ഫേസസ് ആണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് പോകുന്ന തലങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ ഈ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ടും അത് മാറാത്ത വ്യക്തികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം മെൻ്റൽ പ്ലെയിൻ ഷിഫ്റ്റ് ചെയ്യുന്നത് അസുഖമായിട്ടാണ് മോഡേൺ സയൻസ് കാണുന്നത്. പക്ഷേ അത് നേരെ മറിച്ച് ആ ഒരു മനുഷ്യൻ്റെ മാനസിക മണ്ഡലത്തിൻ്റെ എനർജി, അതല്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജമണ്ഡലം ഒരു വ്യത്യസ്ത മേഖലയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രഭാവമാണ് ശരിക്ക് മാനസിക അസുഖമായിട്ട് ആധുനിക ലോകം കാണുന്നത്. പക്ഷേ ഇതിനെ അവരുടെ ഊർജ്ജതലത്തിൽ, മാനസികമായവരുടെ ഊർജ്ജം, അതായത് മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ലെവൽ, സ്പിരിച്വൽ ലെവൽ, ഈ 5 തലത്തിൽ ഹീലിംഗ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അവരുടെ ശരീരത്തിലെ 7 ഊർജ്ജ ചക്രങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടും ഇത് സാധിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഊർജ്ജതലത്തിൽ ചികിത്സകൾ നടത്തുന്നത്. പിന്നെ അതുകൂടാതെ ഫിസിക്കൽ ലെവലുള്ള കാര്യങ്ങൾക്കായിട്ട് സുജോഗ് തെറാപ്പി പോലെ അക്യുപങ്ക്ചർ തെറാപ്പി, അക്യുപ്രഷർ തെറാപ്പി, ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കൈവേദനയായിട്ട് വന്നൊരു സ്ത്രീ, വളരെ നാളുകളായിട്ടുള്ള കൈവേദനയുള്ള സ്ത്രീ, ജസ്റ്റ് ഒരു നീഡിൽ ട്രീറ്റ്മെൻറ്റ്, മാഗ്നറ്റിക് ട്രീറ്റ്മെൻറ്റ്, സീഡ് ട്രീറ്റ്മെൻറ്റ് 3 തവണ ചെയ്തു, കംപ്ലീറ്റ് ക്യൂറായി. ശരി, അത് അതിന് ഡീറ്റെയിൽ ഒന്ന് പറയുമോ? ഇപ്പോൾ ഈ പറഞ്ഞ തെറാപ്പീസിൻ്റെ എല്ലാം ഓരോ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഭയങ്കര ഡൗട്ട് കാണും. അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്, ശേഷം നടക്കുന്ന ഹീലിങ്സ് എന്താണ്, എത്ര സെക്ഷൻ വേണം എന്നൊക്കെ ഒന്ന് പറയൂ ഡീറ്റെയിൽ. എത്ര സെക്ഷൻ പങ്ക് ചെയ്യുന്ന തീർച്ചയായിട്ടും അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, വരുന്ന ആളുകൾ തന്നെ ചോദിക്കാറുണ്ട്, സാർ എത്ര തവണ ഇങ്ങനെ വരേണ്ടി വരും? ഞാൻ അവിടെ പറയുന്ന ഒരു ആൻസറേ ഉള്ളൂ. ഓരോരുടെയും ശരീരം
വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 2 സെഷനിൽ കഴിയുന്നത് ചിലർക്ക് ചിലപ്പോൾ 3, 4, 5 സെഷൻ വേണ്ടി വരാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദർ മെൻ്റൽ കപ്പാസിറ്റി, വിൽ പവർ, പിന്നെ അവരുടെ ഡിവിനിറ്റി. ഈ ഊർജ്ജ ചികിത്സ ഫലം ചെയ്യണമെങ്കിൽ വരുന്ന ആളുകളിലും ഡിവിനിറ്റി ഉണ്ടാവണം. തീർച്ചയായിട്ടും. എങ്കിൽ മാത്രമേ റിസെപ്റ്റിവിറ്റി ഉണ്ടാവുള്ളൂ. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ ഒരു സാധാരണ മെഡിറ്റേഷനൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വന്നൊരു മാനസിക അസുഖമാണ് അല്ലെങ്കിൽ ശാരീരിക അസുഖമാണെങ്കിൽ അത് മാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വളരെ കാലം സൈക്കാട്രിക് ഡ്രഗ് കഴിച്ച ആളുകളിൽ ഈ സെൻസ് കിട്ടാതിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് ഈ ബ്രെയിൻ്റെ ആ ഒരു സെൻസ് നഷ്ടപ്പെടുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹീൽ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു നാടകൃത്തായിട്ടുള്ളൊരു വ്യക്തിയെ ഡിസ്റ്റൻസിൽ ഹീൽ ചെയ്തു. അദ്ദേഹത്തിന് ആ ചെവിയുടെ ഭാഗത്തുള്ള ഞരമ്പിനുള്ളൊരു അസുഖമാണ്. അത് ഹീൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ കറക്റ്റ് ഞാൻ മരവിപ്പിച്ചപ്പോൾ ആ മരവിപ്പിക്കുന്ന എനർജി ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു അവിടെ കൈവച്ചോളൂ, എനർജി തരികയാണെന്ന് പറഞ്ഞു. കറക്റ്റ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഊർജ്ജതലത്തിൽ ചെയ്യുന്നത് നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഗോചരമാവണമെന്ന് നിർബന്ധമില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ഇറ്റ് ഹാസ് ടു ബി ഫെൽറ്റ്. അത് നമ്മൾ ഒരിക്കലും ആ അനുഭവം ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഹീൽ ചെയ്തെങ്കിൽ, ഹീൽ ചെയ്യപ്പെട്ടു, നിങ്ങളുടെ അസുഖം മാറിയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ സാധിക്കൂ? അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ശാസ്ത്രീയത ഇല്ല എന്ന് പലപ്പോഴും ആളുകൾ പറയുന്നത്. പക്ഷേ ഇത് ക്വാണ്ടം ഫിസിക്സിൻ്റെ മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്വാണ്ടം ലെവൽ, അതായത് ഒരു ഹീലർ ക്വാണ്ടം ലെവലിൽ നിന്നിട്ടായിരിക്കണം ഹീൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.